ചെമ്പനീർപ്പൂ പുത്തൻ പ്രമോൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വർഷ നമ്മുടെ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് രേവതിയോട് നമ്മുടെ ഏട്ടത്തിയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. ഞാനും ശ്രീകാന്തും തമ്മിൽ പ്രണയത്തിലാണ്, ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി, എന്താണ് ഈ പറയുന്നത്, എന്നെ ഇതിൽ ഭേദം കൊല്ലുന്നതായിരുന്നല്ലോ, ഇതൊക്കെ അമ്മ അറിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി. നമ്മുടെ അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ രേവതി ശ്രുതിയും കൊണ്ട് മുകളിലേക്ക് ഓടിപ്പോകട്ടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ വർഷ പറയുന്നുണ്ട്, എനിക്ക് ഈ കല്യാണം, ഞങ്ങളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തി തന്നെ ചേച്ചി അന്ന് പറഞ്ഞില്ലേ, അന്ന് സച്ചിയേട്ടനെ ഇറക്കി തന്നപ്പോൾ പകരം എന്തുപകാരം വേണമെങ്കിലും ചെയ്യാമെന്ന്, എനിക്കിതൊന്ന് നടത്തി തന്നാൽ മതി, ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി, താൻ ഇനി എന്ത് ചെയ്യും, സച്ചിയേട്ടനോട് പറഞ്ഞാൽ ഇതിലും വലിയ പൊല്ലപ്പാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു രേവതിയായിട്ട് നമുക്ക് അവസാനം കാണുവാൻ സാധിക്കും. ഇനി എങ്ങനെയൊക്കെയാണ് തീരും, നമ്മുടെ രേവതി എന്തായാലും ഇത് സച്ചിയോട് പറയും. അപ്പോൾ സച്ചി എന്തായാലും ഈ കല്യാണത്തിന് സമ്മതിക്കുകയുമില്ല. അപ്പോൾ ഇതിനെന്ത് പോകുമ്പോഴായിരിക്കും നമ്മുടെ രേവതി കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇവർ തമ്മിൽ കല്യാണം കഴിക്കുമോ, കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.